ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെന്താ അങ്ങനെ പറഞ്ഞേ? അതിനേക്കാളും നല്ല വക്കീലിനെ അവരെ ഏർപ്പാടാക്കിയോ? ഏർപ്പാടാക്കിയിരിക്കുന്നത് സച്ചിയുടെ ഏതോ ഒരു സുഹൃത്തിന്റെ ചേട്ടൻ ഒരു ലോക്കൽ വക്കീലിനെ. അനൂപിനെ രക്ഷിക്കാൻ ഞാൻ നല്ല ഒന്നാം തരം വക്കീലിനെ ഏർപ്പെടുത്തിയതാ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാ അവൻ ഈ ചതി ചെയ്തത്. അനൂപിന്റെ രക്ഷയെ കരുതി മാത്രമാ ഞാൻ ആ വക്കീലുമായിട്ട് സംസാരിച്ചത്. അത് വേണ്ടെങ്കി വേണ്ട, പക്ഷെ അനൂപിന് ജാമ്യം കിട്ടുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. അത് മതി. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വാ സച്ചേട്ടാ. അച്ഛൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ? അച്ഛനെ കൊണ്ട് അത് പറയാൻ പറ്റില്ല. മോള് തന്നെ പറഞ്ഞാ മതി. അനൂപിന്റെ കാര്യത്തിൽ തന്നെ അർച്ചന നല്ല വിഷമത്തിലാ. അതിനിടയിൽ ഈ കാര്യം കൂടെ പറഞ്ഞാ അവളാകെ തകർന്നു പോവും. കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ തന്നെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അച്ഛനതോർത്ത് വിഷമിക്കണ്ട. ജീവനില്ലാതാക്കുന്ന കാര്യം മഹാപാപം തന്നെയാ അത്. പക്ഷേ ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ച് ഇതല്ലാതെ വേറെ മാർഗമില്ല. എന്റെ സേതുമാധവ, നിങ്ങളുടെ മാർഗവും വഴിയൊക്കെ ഇപ്പൊ ഞാനിത് അവളോട് സമയവും സന്ദർഭവും ഒക്കെ നോക്കി സാവധാനമൊന്നും അല്ല പറയാൻ പോകുന്നത്. ഒരു ബോംബ് പോലെ അവളുടെ മുന്നിലിട്ടങ്ങ് പൊട്ടിക്കും ഞാനിത്. താൻ കാത്തിരുന്ന് കണ്ടോ. അല്ല ധനുഷേ, അർച്ചനടുത്ത് ഇപ്പൊ എന്തിനാ വക്കീലിനെ മാറ്റി? അത് എനിക്കെങ്ങനെ അറിയാം? നീ അർച്ചനടുത്ത് പോയി ചോദിക്കേ. അവന്റെ കിടത്ത് ഇങ്ങനെ മാറൂന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അത്രയ്ക്ക് കാര്യമായിട്ടാ ഏടത്തിപ്പൊ നന്ദേട്ടനെ നോക്കുന്നേ. ബ്ലഡ് കൊടുത്തു, ഇനി പ്ലാസ്മ മാറ്റി കൊടുക്കണമെന്ന് പറയുന്നു. നമ്മുടെ കുടുംബത്തില് നന്ദേട്ടന് ചേരുന്ന ബ്ലഡ് അവർക്ക് മാത്രമല്ലേ ഉള്ളൂ. ചേർന്നാ മാത്രം പോരല്ലോ, അത് കൊടുക്കാനുള്ള മനസ്സും കൂടെ വേണ്ടേ? അച്ഛൻ അവരുടെ കാര്യത്തിൽ നല്ല ടെൻഷനില്ല. നിനക്ക് അവന്തിക അറിയാഞ്ഞിട്ടാ. സ്വന്തം കാര്യം നേടാൻ അവന്തിക ഇതും ഇതിലപ്പുറവും കാണിക്കും. ഇപ്പൊ കാണിക്കുന്നതൊക്കെ സത്യമാണെന്നുള്ളത് കണ്ടറിയണം. ഇനി അവരെ സംശയിക്കുന്നത് കഷ്ടമാണ്. അവരുടെ പെരുമാറ്റത്തില് ഒരു കളങ്കവും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് അവരുടെ വിജയം. ഒരു നിമിഷം കൊണ്ട് ഏത് വേഷവും കെട്ടാൻ അവരെ കൊണ്ട് കഴിയും. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ആ, അത് നിന്റെ കാഴ്ചയുടെ കുഴപ്പാ. അങ്ങനെ പറയാൻ ധനുഷിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തിനാ തെളിവ്? അല്ലാതെ തന്നെ അറിഞ്ഞൂടെ? എന്തറിഞ്ഞൂടെ എന്ന്? ദേ, വെറുതെ ആവശ്യമില്ലാത്തത് പറയില്ല ധനുഷേ. ഒരാളൊരു നന്മ ചെയ്യുമ്പോ അത് കാണാനുള്ളൊരു മനസ്സെങ്കിലും വേണം. നന്മയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കും, എന്നാൽ ഫലത്തിൽ അത് തിന്മയായിരിക്കും ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്. ധനുഷ് എന്തിനാ ഇങ്ങനെ മുൻവിധിയോടുകൂടി അവരെ കുറ്റപ്പെടുത്തുന്നേ? അനുഭവം ഗുരു എന്നാണല്ലോ പറയുന്നത്. അതിന് ധനുഷിന് അവരെ കൊണ്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെക്കുറിച്ച് ധനുഷിന് അത്രയ്ക്ക് ആഴത്തിൽ എന്തറിയാം? അതെ, നമ്മൾ ഈ സംസാരം തുടരാതിരിക്കുന്നത് നല്ലത്. വെറുതെ അവരുടെ കാര്യത്തിൽ നമ്മളെന്തിനാ വഴക്കിടുന്നത്? കാര്യം പറയുമ്പോ ധനുഷ് എന്തിനാ ഇത് വഴക്കാണെന്ന് പറയുന്നേ? സത്യം അംഗീകരിക്കാൻ എന്താ ഇത്ര മടി? എനിക്ക് ഒരു മടിയുമില്ല. പക്ഷെ ചില കാര്യത്തിൽ എന്റെ ധാരണകൾ തെറ്റാറില്ല. ഇതിലും അതിനൊരു മാറ്റവും വരില്ല. അതെനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? സ്നേഹേ, ഞാൻ നിർത്തി. ഇനി സംസാരിക്കുന്നില്ല.
എനിക്കിനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാ, തോറ്റു പോകുമ്പോ ഇറങ്ങി ഒറ്റ പോക്ക. ധനുഷ് അവന്റെ കേട്ടത്തി എന്തിനാ ഇത്ര എതിർക്കുന്നത്? ആ ഇനി ധനുഷ് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഹലോ മീരെ, നീ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എന്ത് കാര്യങ്ങൾ? നിന്റെ ഭർത്താവിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മിക്കവാറും അവൻ ജയിലിനകത്ത് തന്നെ കിടക്കും. അവന്തിക ഏതോ വക്കീലിനെ ഏർപ്പാടാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കാത്തതുകൊണ്ടൊന്നും അല്ല ഇത് പറ്റിയത്. ഏർപ്പാടാക്കിയ വക്കീലിനെ വേണ്ടാന്ന് അർച്ചനയും സച്ചിയും പറഞ്ഞതുകൊണ്ടാ. അല്ല, അവരെന്താ അങ്ങനെ പറഞ്ഞേ? അതിനേക്കാളും നല്ല വക്കീലിനെ അവരെ ഏർപ്പാടാക്കിയോ? ഏർപ്പാടാക്കിയിരിക്കുന്നത് സച്ചിയുടെ ഏതോ ഒരു സുഹൃത്തിന്റെ ചേട്ടൻ ഒരു ലോക്കൽ വക്കീലിനെ. അനൂപിനെ രക്ഷിക്കാൻ ഞാൻ നല്ല ഒന്നാം തരം വക്കീലിനെ ഏർപ്പെടുത്തിയതാ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാ അവൻ ഈ ചതി ചെയ്തത്. എന്റെ വക്കീലായിരുന്നെങ്കിൽ നല്ല പുഷ്പം പോലെ അനൂപിനെ ജാമ്യത്തിലെടുത്ത് പുറത്തു കൊണ്ടുവരുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോ ഇപ്പോഴത്തെ വക്കീല് വിചാരിച്ച അനുപേട്ടന് ജാമ്യം കിട്ടില്ലേ? ജാമ്യം കിട്ടോ അത് റിമാൻഡിൽ അയക്കോന്നൊക്കെ കണ്ടറിയണം. നല്ല വക്കീലിനെ മാറ്റിയിട്ട് പകരം അവര് പുതിയ വക്കീലിനെ വെച്ചത് എന്തിനാ? കേസിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയാൻ പാടില്ലേ? അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. അവര് വക്കീലിനെ മാറ്റിയതിന്റെ പിന്നിൽ വേറെന്തോ ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം? എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണല്ലോ വലുത്. ഇവിടെയും അത് തന്നെയാ കാരണം. മനസ്സിലായില്ല. അല്ലെങ്കിലും നിനക്കൊന്നും മനസ്സിലാവില്ല. നീ പൊട്ടിയല്ലേ. നിന്നെ അവരെല്ലാം കൂടെ പറ്റിക്കാ മീരെ. ഇങ്ങനെ പോയാലേ അനൂപിന് ജാമ്യവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. വർഷങ്ങളോളം ചിലപ്പോ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. സച്ചിക്കിപ്പോ വലുത് അവന്റെ ഭാര്യയും കുഞ്ഞുമാ. അതിനുവേണ്ടി അവൻ എന്ത് കളിയും കളിക്കും, ആരെയും ചതിക്കും. ഇക്കാര്യം അവിടെ ബാക്കി എല്ലാരും അറിഞ്ഞു. അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? അവര് വക്കീലിനെ മാറ്റിയ ശേഷമല്ലേ ഇവിടെ വന്ന് കാര്യങ്ങൾ അച്ഛനോട് പോലും പറഞ്ഞത്.